ഹലോ ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ വീഡിയോ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും എയർ ടോക്സ് ആൻഡ് റിയാക്ഷൻ എന്ന ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ കഴിഞ്ഞ പോയ ദിവസങ്ങളിലായിട്ടായിരുന്നു ശിവകാർത്തികേയൻ നായകനായിട്ട് വന്നിട്ടുള്ള അയലാൻ എന്ന സയൻസ് ഫിക്ഷൻ സിനിമ തിയേറ്ററിലേക്ക് എത്തിയത്. ഈ ഒരു ചിത്രം തിയേറ്ററിലേക്ക് എത്തിയിട്ട് കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ. അതിനുള്ളിൽ തന്നെ ഈ ഒരു സിനിമ 50 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി ഇപ്പോഴും തിയേറ്ററിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സിനിമയുടെ ബഡ്ജറ്റായിട്ട് വരുന്നത് ഏകദേശം 100 കോടി രൂപയാണ്. തമിഴ്നാട്ടിൽ ഈ ഒരു സിനിമ ക്യാപ്റ്റൻ മില്ലറിനെക്കാട്ടിൽ മുകളിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇങ്ങ് കേരളത്തിലേക്ക് വരുമ്പോൾ ഈ ഒരു സിനിമ പരാജയപ്പെട്ടിട്ടുണ്ട്. ജയറാമേട്ടൻ നായകനായി തിയേറ്ററിലേക്ക് എത്തിയ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് തിയേറ്ററിലേക്ക് എത്തി വമ്പൻ റെസ്പോൺസ് ഒക്കെ നേടി നല്ല രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു മലയാള സിനിമയാണ് ഓസ്ലർ എന്ന സിനിമ റിലീസായിട്ട് ആദ്യ വീക്ക് കഴിയുമ്പോൾ സിനിമ തിയേറ്ററുകളിൽ നിന്ന് 30 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയിട്ടുണ്ട്. ഈ ഒരു സിനിമ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം ഏകദേശം 15 കോടി രൂപയോളം കളക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സിനിമയിൽ മമ്മൂട്ടി എക്സ്റ്റൻഡഡ് ക്യാമിയോ റോളിലായിട്ട് വരുന്നുണ്ട്. സിനിമയ്ക്ക് തിയേറ്ററിൽ നിന്ന് നെഗറ്റീവ് അല്ല നല്ല പോസിറ്റീവ് റെസ്പോൺസ് കിട്ടിയെങ്കിലും ഈ ഒരു സിനിമയുടെ കളക്ഷൻ ഇത്രയും കയറണമെങ്കിൽ അതിൽ ഒറ്റ കാരണങ്ങളും ഈ ഒരു സിനിമയിൽ മെഗാസ്റ്റാർ അഭിനയിച്ച ഒറ്റ കാരണം. ഇങ്ങനെ പോയ നമ്മുടെ ലാലേട്ടൻ്റെ നേരുണ്ടാക്കിയ ഓളം ഈ ഒരു സിനിമ തകർക്കും ഉറപ്പാണ്. ലാലേട്ടൻ ഒരു മുഴുനീളം വേഷം ചെയ്തിട്ടും മമ്മൂട്ടിയുടെ ക്യാമിയോ കൊണ്ട് തന്നെ മമ്മൂട്ടി ഇത്ര നേടിയെടുത്തിട്ടുണ്ട്. ഈ വർഷം മലയാള സിനിമയിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് ലിജോ ജോസ് പെല്ലിശ്ശേരി സംവിധാനം ചെയ്ത് മോഹൻലാൽ നായകനായിട്ട് വരാനായിട്ട് പോകുന്ന മലയക്കോട്ട് വാലിബൻ എന്ന സിനിമ. ചിത്രത്തിൻ്റെ ടീസറും പോസ്റ്ററും അതുപോലെ തന്നെ സോങ്സും ഒക്കെ ഇതിനകം തന്നെ റിലീസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ചിത്രം ഒരു ബിഗ് ബഡ്ജറ്റ് മൂവിയാണ്. സിനിമയ്ക്ക് ഏകദേശം 60 കോടി രൂപയോളം ചിലവ് വരുന്നുണ്ട്. ഈ ഒരു സിനിമ പാൻ ഇന്ത്യൻ സിനിമ കൂടിയാണ്. സിനിമയുടെ പ്രീ റിലീസ് ഇവൻറ്റ് നാളെയാണ് കൊച്ചിയിൽ വെച്ച് നടക്കാനായിട്ട് പോകുന്നത്. സിനിമയ്ക്ക് ചിലപ്പോൾ ട്രെയിലർ ഉണ്ടായിരിക്കുകയുള്ളൂ. ആ ഒരു റിലീസ് ഇവൻറ്റിൽ തന്നെ ഈ സിനിമയുടെ ടീസർ റിലീസ് ചെയ്യുന്നൊക്കെയാണ് അറിയാനായിട്ട് സാധിച്ചത്. അതുപോലെ തന്നെ 2 ഭാഗങ്ങളിലായിട്ടാണ് ഈ ഒരു സിനിമ ഒരുങ്ങാനായിട്ട് പോകുന്നത്. ഈ ഒരു സിനിമയുടെ മേൽ എനിക്കൊക്കെ വൻ പ്രതീക്ഷയുണ്ട്. കാരണം ലിജോ ആണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. അതുമാത്രമല്ല ലാലേട്ടൻ്റെ അഭിനയവും കാര്യങ്ങളെല്ലാം മിക്സ് ചെയ്ത് വരുമ്പോൾ നല്ലൊരു മൂവി തന്നെയായിരിക്കും. ഈ ഒരു സിനിമയ്ക്ക് എങ്ങാനും റെസ്പോൺസ് നല്ലത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ മലയാള സിനിമ കത്തും ഉറപ്പാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അടിയിലൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഗുഡ് ബൈ ഗായ്സ്.